പുസ്തക പ്രകാശന രംഗത്ത് 2 ദശാബ്ദങ്ങൾ പിന്നിടുന്ന പുസ്തക പ്രസാധന സംരംഭമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ്. ശ്രീമതി ഗാന്ധിയുടെ പ്രിന്റ് വിഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ്: ചാമ്പ്യനിങ് ഐഡിയാസ്, സ്ട്രെങ്തനിങ് ഡെമോക്രസി. ഏവർക്കും നമസ്കാരം. ഞാൻ ഭാവന ആർ. പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷനായി പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാനും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധു അവർകളെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി പ്രിയദർശിനി സംഗീത കൂട്ടായ്മയിലെ അംഗങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞു പൂവിൽ മൗന മന്ദസ്മിതത്തിലും കാരിണങ്ങിയ മാഹൃത്തിൻ സ്പന്ദനത്തിലും ഗിരിവാരോ പരിയും ആലിതന്നാഴത്തിലും ത്തിലും നിറഞ്ഞരുളും ഈശ ചൈതന്യ സാരമേ നമസ്തേ 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 നമസ്തേ. സ്വാഗത പ്രസംഗം നടത്തുന്നതിനായി പ്രിയദർശിനി പബ്ലിക്കേഷൻ സെക്രട്ടറി ശ്രീ ബിന്നി സാഹിതിയെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ യോഗാധ്യക്ഷൻ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുളം മധു അവറുകൾ, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രകാശന കർമ്മങ്ങൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട K മുരളീധരൻ അവറുകൾ, പ്രിയപ്പെട്ട എഴുത്തുകാരെ, സുഹൃത്തുക്കളെ, സമയ ചുരുക്കത്താൽ വളരെ വേഗത്തിൽ തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇന്ന് ഈ വേദിയിൽ 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകപ്പുര, ടാഗോറിൻ്റെ 3 നാടകങ്ങൾ, ദേശീയ പ്രസ്ഥാന പ്രഭാവം, കവിത്രയങ്ങൾ എന്നുള്ളതാണ് ഈ 3 പുസ്തകങ്ങൾ. വളരെയേറെ പ്രാധാന്യമുള്ള ഈ 3 പുസ്തകങ്ങൾ സമൂഹം ഏറെ ചർച്ച ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വൈസ് ചെയർമാൻ KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധു അവറുകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ തന്നെ 2 പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാം ആരാധ്യനായ നേതാവ് ശ്രീ K മുരളീധരൻ അവറുകളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിൻ്റെ സാന്നിധ്യം ഏറെ നമുക്ക് സന്തോഷം പകരുന്നതാണ്. നമ്മുടെ ഒരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട M വീരമണി സാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി KA ബീന എന്നിവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ 3 പുസ്തകങ്ങളുടെ രചയിതാക്കൾ ഇവിടെയുണ്ട്. ഡോക്ടർ ജോസ് പാറക്കടവിൽ സാർ, ശ്രീ ജയറാം IRS അവറുകൾ, പ്രിയപ്പെട്ട ബിബിന CR അവറുകൾ എന്നിവരെ ഈ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സംസ്ഥാനതല ബുക്ക് കോർഡിനേറ്റർ ശ്രീ KS ചന്ദ്രാനന്ദൻ സാർ, അതുപോലെ തന്നെ ദേശീയ ശാസ്ത്രവേദിയാണ് ഒരു പുസ്തകം കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് PS ശ്രീകുമാർ, ശ്രീ K വിമലൻ അവറുകളെയും അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളെയും, പ്രിയപ്പെട്ട പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സാഹിത്യ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ ഒറ്റശേഖരമംഗലം വിജയകുമാർ സാർ, അതുപോലെ തന്നെ സംഗീത കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസാധകർ, എഴുത്തുകാർ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുളം മധു അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ അവറുകൾ, നമ്മുടെ എല്ലാം ഏറ്റവും ആരാധനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ,
പ്രിയങ്കരിയായ ശ്രീമതി കെ ബീന അവர்கள், ഇന്ന് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ രചയിതാക്കൾ ഏറ്റവും ബഹുമാനായ ഡോക്ടർ ജോസ് പാറക്കടവിൽ സാർ, ശ്രീ എം ജയറാം, ശ്രീ കുമാരി ബിബിന, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകപ്രേമികളായ സഹോദരി സഹോദരന്മാരെ, പ്രിയദർശിനി പബ്ലിക്കേഷൻസ് 2009 പ്രസിദ്ധീകരണം ആരംഭിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പബ്ലിക്കേഷൻ ഡിവിഷനാണ്. ഇതിനകം 500-ലേറെ പുസ്തകങ്ങൾ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരുടേതായിട്ടുള്ള 500-ലേറെ പുസ്തകങ്ങൾ പ്രിയദർശിനി പുറത്തിറക്കിയിട്ടുണ്ട്. സ്വന്തമായ പുസ്തക വിതരണ ശൃംഖലയും കേരളത്തിലെമ്പാടും പുസ്തക ചർച്ചയടക്കം സാഹിത്യ സംവാദങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി പുസ്തക വായന അതിൽ താല്പര്യമുള്ള എല്ലാവരിലും എത്തിക്കുകയും നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈനിൽ പ്രിയദർശിനിയുടെ എല്ലാ പുസ്തകങ്ങളും ലഭ്യമാണ്. ലോകമെമ്പാടും മലയാളികൾ ഉള്ളിടത്തെല്ലാം പ്രിയദർശിനി പുസ്തക ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ച് പുസ്തക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് കേരള നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റവും പുതുതായി പ്രസിദ്ധീകരിക്കുന്ന 3 പുസ്തകങ്ങൾ ഈ വേദിയിൽ വെച്ച് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പുസ്തകം പ്രസിദ്ധീകരിക്കാനും അല്ലെങ്കിൽ പ്രകാശനം ചെയ്യാനും എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ബഹുമാന്യനായ നേതാവ്, കേരളത്തിലെ ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർമ്മധീരനായ മുൻ KPCC അധ്യക്ഷൻ, മുൻ മന്ത്രി, മുൻ MP ശ്രീ K മുരളീധരൻ അവറുകളാണ്. നന്നായി പുസ്തകം വായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പുസ്തകം വായിക്കുന്ന ചില ആൾക്കാർ പുസ്തകം വായിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. മറ്റു ചിലർ പുസ്തകം വായിക്കുകയും അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രസംഗങ്ങളിലൂടെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട നേതാവാണ് ശ്രീ K മുരളീധരൻ എന്നാണ് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമാന്യ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ അതീവ ഗൗരവത്തോടെ ഏറ്റെടുക്കാനും ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു കരുത്തനായ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും സ്വീകാര്യനാണ് അദ്ദേഹം കേരളത്തിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ കാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. നിരവധി പുസ്തകങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു. ആധുനിക കാലത്ത് ഇറങ്ങുന്ന പുസ്തകങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും നമ്മുടെ ദേശ അതിർത്തി വിട്ടുള്ള പ്രഗത്ഭരുടെ പുസ്തകങ്ങളും എല്ലാം അദ്ദേഹം കണ്ടെത്തി വായിക്കുന്നു. അവയെല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നു. പുതിയൊരു വീക്ഷണം അദ്ദേഹത്തിന് സ്വന്തമായി ആ കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്നിവിടെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാമത്തേത് ടാഗോറിൻ്റെ 3 നാടകങ്ങളാണ്. ശ്രീ എം ജയറാമാണ്, ഡോക്ടർ എം ജയറാമാണ് അതിൻ്റെ രചയിതാവ്. ടാഗോറിൻ്റെ രചനകൾ ധാരാളമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ എം ജയറാം ഇടക്കാലത്ത് ആ ഉദ്യോഗത്തിൽ നിന്നും സ്വയം വിടുതൽ നേടി അദ്ദേഹം ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായി നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പുതിയ പുസ്തകമാണ് പ്രിയദർശിനി പ്രസിദ്ധീകരിക്കുന്ന ടാഗോറിൻ്റെ 3 നാടകങ്ങൾ. അത് അദ്ദേഹം ഇവിടെ പ്രസിദ്ധീകരിക്കും. അത് ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കനായ ഡോക്ടർ എം വീരമണികണ്ഠൻ അവറുകളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകം ഡോക്ടർ ജോസ് പാറക്കടവിൽ സാറിൻ്റെതാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, സാഹിത്യ വിമർശകൻ എന്നീ നിലകളിലെല്ലാം എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം കവിത്രയ കവികൾ അവർ ദേശീയ പ്രസ്ഥാനത്തിൽ വഹിച്ച പങ്ക് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവം കവിത്രയ കവിതകളിൽ എങ്ങനെയെല്ലാം പ്രതിധ്വനിച്ചു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഗൗരവപൂർണമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെത്. അതും ബഹുമാന്യനായ ശ്രീ K മുരളീധരൻ അവർ ഇവിടെ പ്രസിദ്ധീകരിക്കും. മറ്റൊന്ന് കുമാരി ബിബിന എഴുതിയ ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകപ്പുര എന്ന പുസ്തകമാണ്. ഈ 3 പുസ്തകങ്ങളും വായനക്കാർ ഏറ്റവും ആവേശത്തോടു കൂടി ഏറ്റുവാങ്ങും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രിയദർശിനിയുടെ എല്ലാ സാഹിത്യ സംബന്ധിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിശിഷ്ട അതിഥികൾക്ക് പ്രസംഗിക്കാനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി എക്സ് എം പിയും മുൻ KPCC പ്രസിഡന്റുമായ ശ്രീ K മുരളീധരൻ അവർകളെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വൈസ് ചെയർമാനുമായ ശ്രീ പഴകുളം മധു, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുൻ അധ്യാപകൻ കൂടിയായ ഓണക്കൂർ സാർ, സ്വാഗതം പറഞ്ഞ ശ്രീ ബിന്നി സാഹിതി, അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായ ഡോക്ടർ M വീരമണികണ്ഠൻ, ഡോക്ടർ ജോസ് പാറക്കടവിൽ, ശ്രീമതി K ബീന, M ജയറാം, ഡോക്ടർ ജോസ് പാറക്കടവിൽ, ശ്രീമതി ബിബിന, പ്രിയപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടുകൂടിയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലും പ്രിയദർശിനിയുടെ പുസ്തകങ്ങൾ അന്ന് പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ 2 പ്രധാന പുസ്തകമേളകളിൽ പ്രിയദർശിനിയുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് തികച്ചും സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് നേരത്തെ മധു പറഞ്ഞതുപോലെ 2009-ലാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ പൊതുവെ വായനാശീലം കുറവാണ് എന്നൊക്കെയുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ വായനാശീലം പുതിയ തലമുറയിലും വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിനുണ്ട്. കാരണം നമ്മുടെ ഇന്ന് നാട് നേരിടുന്ന പല പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചുള്ള നമ്മുടെ അവബോധം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ചരിത്രത്തിനെ പോലും ചോദ്യം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിഹാസങ്ങളും ചരിത്രവുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിഹാസങ്ങളെന്ന് പറയുമ്പോൾ ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഇതിഹാസങ്ങളൊക്കെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാത്ത ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ചരിത്രം അങ്ങനെയല്ല. ചരിത്രം സംഭവിച്ച കാര്യമാണ്. അതെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. ഇപ്പോൾ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് ചരിത്രമാണ്. 200 വർഷം ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചു എന്നുള്ളതും ചരിത്രമാണ്. അങ്ങനെ ചരിത്രത്തിനെ ചരിത്രമായി തന്നെ നമുക്ക് വിലയിരുത്താനും അത് ഭാവി തലമുറയ്ക്ക് മനസ്സിലാക്കാനും കഴിയണം. ഇപ്പോൾ ഇനി കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്റ്റേജിലുള്ള എല്ലാവരും തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവരാണ്. എന്നാൽ അതിന് മുമ്പുള്ളൊരു കാലഘട്ടം, അതിനെക്കുറിച്ച് ഇനി തലമുറകൾ മാറുന്തോറും അറിവ് കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് സാധാരണ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനോടൊരു കൂറിൻ്റെ പ്രധാന കാരണം, എത്രയോ ആളുകൾ ത്യാഗം സഹിച്ച് നേടിയെടുത്താണ് ഈ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഈ വേദിയിൽ ഞാൻ 2 തവണ ഈ സഭയിൽ അംഗമായി, ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായി. ഇതിനൊക്കെ എനിക്ക് കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടാണ്. എന്നാൽ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ജനത തൂക്കുമരമോ ജയിലോ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സമരത്തിനിറങ്ങിയതിൻ്റെ ഫലമാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതിനൊരിക്കലും വളച്ചൊടിക്കാൻ പാടില്ല. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ അതേപടി നമുക്ക് നിലനിർത്തണം. ഇവിടുത്തെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൽ തന്നെയുണ്ട് ടാഗോറിൻ്റെ നാടകങ്ങൾക്ക് പുറമെ ദേശീയ പ്രസ്ഥാന പ്രഭാവം, കവിത്രയ കവിതകളിൽ. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ചരിത്രം ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇപ്പം നടക്കുന്നത് ഈ ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. പണ്ട് ഉണ്ണിയാർച്ച എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ആരോമൽ ശേഖർ നല്ലവനും ചന്തു ചതിയനുമായിരുന്നു. പക്ഷേ കുറേ വർഷം കഴിഞ്ഞ് വടക്കം വീരഗാഥ വന്നപ്പോൾ ചന്തു നല്ലവനും ആരോമൽ ശേഖർ ചതിയനുമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചരിത്രം മാറ്റും ചിലർ. ഇനിയിപ്പോൾ ഗാന്ധിനെ വില്ലനായും ഗോഡ്സേനെ നല്ലവനായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള വസ്തുത നമുക്ക് നിലനിർത്താൻ കഴിയണം. പിന്നെ വായനാശീലത്തിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. വായന കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമാണ്. ഞാനിപ്പോൾ കുറേ കാലം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പലപ്പോഴും പല സബ്ജക്റ്റുകളുടെയും ഒക്കെ ഉദ്ഘാടനം, നമുക്കങ്ങനെ ഒരു മാമൂലുണ്ട്. ഏത് വലിയ ചടങ്ങാണെങ്കിലും, അത് സയൻസ് എക്സിബിഷൻ ആണെങ്കിലും, ചിലപ്പോൾ സയൻസിനോട് ഒട്ടും ബന്ധമില്ലാത്തവർ ജനപ്രതിനിധികളാണെങ്കിൽ അവരെ ഉദ്ഘാടനത്തിന് വിളിക്കും. അങ്ങനത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ 2 ശത്രുക്കളുണ്ടായിരുന്നു.
രാഷ്ട്രീയത്തിൽ വന്നാൽ ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ പഠിക്കുന്ന കാലത്തെ 2 ശത്രുക്കൾ, ഒന്ന് കണക്കും 2 സയൻസുമായിരുന്നു. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ സാധാരണ ഈ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പഴച്ചു പോയാൽ എനിക്ക് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ ചീത്തപ്പേരാവും. ഒരിക്കൽ ISROൻ്റെ ഒരു ചടങ്ങിന് എന്നെ അധ്യക്ഷനായിട്ടാണ് വിളിച്ച് MLA ആയിരിക്കുമ്പോൾ. ഉദ്ഘാടകൻ അന്ന് സ്പീക്കറായിരുന്ന കാർത്തികേയനായിരുന്നു. ഞാനേതായാലും ബുക്കൊക്കെ റെഫർ ചെയ്ത് പോയി. അവിടെ ചെല്ലുമ്പോൾ കാർത്തികേയൻ എന്തോ അസുഖം കാരണം വരാൻ കഴിഞ്ഞില്ല. ഞാൻ ഉദ്ഘാടകനായിട്ട് മാറി. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോട് അന്ന് ശ്രീ രാധാകൃഷ്ണ മറ്റാണ് ISROൻ്റെ ഡയറക്ടർ, അദ്ദേഹം ചോദിച്ചു, ഇത് സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗമൊന്നുമല്ലല്ലോ, നല്ല രീതിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുക്ക് റെഫർ ചെയ്തിട്ട് ഞാൻ വന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും പുസ്തകത്തിനെക്കുറിച്ച് നമ്മൾ ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ആ സബ്ജക്റ്റിനെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പരിജ്ഞാനം ഉണ്ടാവണം. അതുകൊണ്ട് വായനാശീലം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, അതിന് പ്രായപരിധിയില്ല. പ്രായം ചെന്നവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം ജനപ്രതിനിധികൾക്കാണ് ഇത് റെഫർ ചെയ്ത് പോകേണ്ട. അതാ മധുവിടെ പറഞ്ഞ് ഞാൻ ഈ വായിക്കുന്നതിൻ്റെ കാരണം അതാ. കാരണം അത് മാത്രമല്ല, കുട്ടികളിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ചരിത്ര ബോധം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് വായനേനെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു കുട്ടിക്ക് ആഗ്രഹം ഡോക്ടറാവണമെന്നാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ചരിത്രം അവസാനിച്ചു. പക്ഷേ പിന്നെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയുക? അവിടെയാണ് വായനാശീലത്തിൻ്റെ പ്രത്യേകത. ഒരു കാര്യം ഉറപ്പാണ്, വായന മരിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അംഗീകരിക്കില്ല. കാരണം അവസരം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വായിക്കും. ഞാനിവിടെ MLA ആയിരിക്കുമ്പോൾ നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുടെ റിലീസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ സ്റ്റുഡൻസ് വന്നിട്ട് മലയാള പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയും, ഇംഗ്ലീഷ് വില കൊടുത്ത് വാങ്ങും, ഇംഗ്ലീഷിൽ നല്ല അറിവുണ്ടെന്ന് പറയാം, പുസ്തകം അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കുക, അത് ഷോ വർക്കാണ്. നേരെ മറിച്ച് ഒരു മലയാള പുസ്തകം കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വായിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് വായനാശീലം കുട്ടികളിൽ ഉണ്ടാക്കാനും പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ വായനാശീലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഒക്കെയാണ് ഇതുപോലുള്ള പുസ്തകമേളകൾ നടത്തുന്നത്. അതിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി വളരെ നല്ല പങ്ക് വഹിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഏതായാലും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നവവത്സര ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ടാഗോറിൻ്റെ 3 നാടകങ്ങളുടെ വിവർത്തനം, ദേശീയ പ്രസ്ഥാന പ്രഭാവം കവിതകളിൽ എന്നുള്ള ഈ 2ൻ്റെയും പ്രകാശന കർമ്മം നിർവഹിച്ചായി സസന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. അടുത്തത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ അവർകളെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പഴങ്കുള മധു അവർകൾ സ്വാഗതം ആശംസിച്ച ബിന്നി സാഹിതി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ ശ്രീ K. മുരളീധരൻ, പ്രിയപ്പെട്ട ബീന അടക്കമുള്ള വേദിയിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും സദസ്സിലുള്ള ആരാധ്യരെയും ആദരിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കാം സമയപരിധിക്കുള്ളിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് അനുസരണശീലമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് ബാധ്യതയുണ്ട്. ഞാനത് നിർവഹിച്ചുകൊള്ളാം. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. കാരണം ഇത് അന്താരാഷ്ട്ര പുസ്തകോത്സവം നമ്മുടെ നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ ശ്രീ മുരളീധരൻ പറഞ്ഞതുപോലെ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വരുന്നു. അവിടെ 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതിൽ സന്തോഷം. പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സമാരംഭകനിൽ ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് അത് അഭിമാനകരമായ കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. 3 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് ഇനി ഞാൻ ആദ്യം താഴെ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കാണാൻ മതി. അല്ലല്ല, അതും മറ്റൊരു പ്രശ്നമാണ്. ഒന്ന് കയ്യിലെടുക്കാൻ പെട്ടെന്ന് വിട്ടത് ടാഗോറിൻ്റെ 3 നാടകങ്ങളാണ്. ഭാഗ്യവശാൽ ആ പുസ്തകം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ശ്രീ ജയറാമിനോട് പ്രത്യേകമായി എൻ്റെ ആശംസകൾ അറിയിച്ച് മറ്റു 2 പുസ്തകങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അതിൽ ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകപ്പുര ശ്രീമതി ബിബിന CB
രചിച്ച ഈ ഗ്രന്ഥം ഇത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന് തോന്നും എങ്കിലും മുതിർന്നവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മനോഹരമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരു കുട്ടി എങ്ങനെയാണ് ഒരു ലൈബ്രറിയെ സമീപിക്കുന്നത്, പുസ്തകപ്പുരയെ സമീപിക്കുന്നത്, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സംസ്കാരം എന്താണ് എന്ന് ചിത്രങ്ങൾ സഹിതം അടയാളപ്പെടുത്തുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ് ബിബിന CBയുടെ ഈ ഗ്രന്ഥം. എനിക്ക് ഈ സമയത്ത് ഒരു വേദിയിൽ വെച്ച് പറയാൻ അഭിമാനം തോന്നുന്ന ഒരു കാര്യം, എൻ്റെ നാട്ടിൽ എൻ്റെ വീടിന് അടുത്ത് ഉള്ള ഒരു മനോഹരമായ ഗ്രന്ഥശാല അടുത്ത കാലത്ത് സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അത് മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറി ആണ്. എന്താ മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറി എന്ന് ചോദിച്ചാൽ, അവർ വാങ്ങുന്ന പുസ്തകങ്ങളെല്ലാം അപ്പോൾ തന്നെ ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. എല്ലാ പുസ്തകവും ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറകെ നോക്കുമ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും, അതിമനോഹരമായ ബൈൻഡാണ്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ കേടുവരാതെ അതിൻ്റെ പുറംചട്ടയുടെ ഭംഗി കൂടി നിലനിർത്തിക്കൊണ്ട് ദീർഘകാലം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ആ പുസ്തകപ്പുരയിൽ ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുസ്തകങ്ങൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പുസ്തകം കണ്ടെത്താൻ ആരും പോയി തിരയേണ്ട ആവശ്യമില്ല. കാരണം ഒരു പെൺകുട്ടി മനോഹരമായിട്ട് ഈ പുസ്തകങ്ങളെല്ലാം, ഞാൻ ഈ മനോഹരം എന്നുള്ള വാക്ക് കൂടുതൽ ആവർത്തിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നു, ഹൃദയത്തിൽ തട്ടിയതുകൊണ്ട് പറയുകയാണ്, അവൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന ഭാഗത്ത് ഇന്ന പുസ്തകം ഇരിക്കുന്നു എന്ന് ഈ കുട്ടിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ബന്ധപ്പെടേണ്ട കാര്യമില്ല, നോട്ട് ചെയ്ത് കൊടുത്താൽ മതി, കൃത്യമായി പുസ്തകം കിട്ടും. അതുകൊണ്ട് പുസ്തകങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നത് എങ്ങനെ എന്നറിയണമെങ്കിൽ ദയവായി മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറിയിൽ പോകണം എന്ന് ഒരു അപേക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചാലും മതി തൽക്കാലം എന്ന് വളരെ ഹൃദയപൂർവ്വം ഞാൻ പറയട്ടെ. ഇത് ദേശീയ പ്രസ്ഥാന പ്രഭാവം കവിത്രയ കവിതയിൽ എന്ന വളരെ ആധികാരികമായ പുസ്തകം ഡോക്ടർ ജോസ് പാറക്കടവിൽ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, ഉള്ളൂർ മഹാകവി എങ്ങനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേഹം സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. അത് മാത്രം ഞാൻ പരിഹരിക്കാം. അത് അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ എന്ന് ഉമാകേരളത്തിൽ പ്രാർത്ഥിക്കുന്ന കവിയുടെ ശബ്ദം നാം കേൾക്കുന്നു. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ എന്ന് പ്രാർത്ഥിച്ച ഉള്ളൂർ തീർച്ചയായും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആശാൻ്റെ കാര്യം എടുത്തു പറയണം. ആശാൻ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് അതിനേക്കാൾ അപ്പുറത്തേക്ക്, കാരണം തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്നുള്ള നിലക്ക് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നോ എന്ന സന്ദേഹം ചരിത്രകാരന്മാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആശാൻ ശ്രീനാരായണ പ്രഭാവത്തിൽ കവിതയ്ക്ക് ജാജ്വല്യമാനമായ ഒരു മാനം സൃഷ്ടിച്ചു. മുണ്ടശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രമായി പ്രശോഭിച്ചു. നമ്മുടെ ആത്മീയ ഉണർവിന്, ആധികാരികതയ്ക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾ ഉള്ള ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുകയാണ്, നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാവ്യങ്ങളാണ് ആശാൻ രചിച്ചിട്ടുള്ളത്. ആദ്യത്തെ മലയാള കവിതയിൽ സ്ത്രീ പ്രഭാവം അനുഭവപ്പെടുത്തിയ മഹാകവി എന്നുള്ള നിലക്ക്, കാരണം ശ്രീരാമചന്ദ്രനോട് പോലും വിരലുയർത്തി ആ അനീതിയെ ചോദ്യം ചെയ്യാൻ ശക്തി പ്രകടിപ്പിക്കുന്ന ചിന്താവിഷ്ടയായ സീത, അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ നമ്മൾ ഉള്ളൂരിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സീത ചോദിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രനോട്, ഞാൻ ഇനി അങ്ങയുടെ മുമ്പിൽ പോയി തെളിവേകി ദേവിയായി മരിവീടണമെന്ന് കരുതുന്നോ മന്നവൻ ശരി, പാവയോ ഇവൾ എന്ന് ചോദിക്കുന്ന സീതാദേവിയെ നമ്മൾ ചിന്താവിഷ്ടയായ സീതയിൽ കാണുന്നു. അങ്ങനെ ആ പ്രഭാവം തീർച്ചയായും ദേശീയ ബോധം, എന്തിനാ സ്വാതന്ത്ര്യം നമുക്ക് ആത്മീയമായ ഉണർവും ചിന്താപരമായ ഔന്നത്യവും നൽകുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ആ പ്രഭാവത്തെ അടയാളപ്പെടുത്തുന്ന കവി എന്നുള്ള നിലക്ക് ആശാൻ തീർച്ചയായും നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഉണർത്തിയ മഹാകവിയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കവികളെയും പഠിച്ച് പ്രിയപ്പെട്ട പാറക്കടവിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഒരു ആധികാരിക ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത പ്രിയദർശിനി പബ്ലിക്കേഷൻസിന് എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സമയവുമായുള്ളൊരു നല്ല യുദ്ധത്തിലാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പുസ്തക പ്രകാശനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിക്കാൻ സാഹചര്യമില്ല. എങ്കിൽ പോലും ഇന്ന് ഞാൻ ഏറ്റുവാങ്ങുന്ന ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകപ്പുര എന്നുള്ള പുസ്തകത്തെക്കുറിച്ച്
കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇത്തരം നല്ല പുസ്തകങ്ങൾ ഇറക്കുന്നതിനുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഒരുപാട് പുസ്തക പ്രസാധകർ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന കാലമാണ്. വായന മരിക്കുന്നത് മാത്രമല്ല, എഴുത്തും മരിക്കുന്നില്ല. ശരിക്കും പുതിയ മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ, സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു വായന മരിക്കും, എഴുത്ത് മരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഉള്ളത് ഒരുപാട് എഴുത്തുകാർ വരുന്നു. സോഷ്യൽ മീഡിയ എന്നുള്ള പുതിയ സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി എഴുതുന്ന ഒരുപാട് പേര് വരുന്നു. ആർക്കും എല്ലാവരിലേക്കും ജനകീയമായ ഒരു കാലഘട്ടത്തിൽ കൂടെ എഴുത്തും വായനയും കടന്നു പോവുകയാണ്. നമ്മുടെ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പി ഓരോ വർഷവും വിൽക്കുന്നു എന്നുള്ളത് വരുന്നു. അതിനെക്കുറിച്ച് നല്ലത് നമ്മുടെ തലമുറ ചീത്ത പറയുമ്പോൾ അവരുടെ തലമുറ വായിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പുതിയ എഴുത്തുകാരിയാണ് ബിബിനയുടെ ഈ ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകപ്പുര എന്നുള്ള പുസ്തകം ഞാൻ ഇന്നലെയാണ് വായിച്ചത്. വളരെ ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയാത്ത ലൈബ്രറിയിലൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നത്, അതിൻ്റേതായ ഒരു സാങ്കേതികമായ വളരെ ഒരു പരിജ്ഞാനമുള്ളവർക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ എനിക്കതിൽ നിന്ന് മനസ്സിലായി. നമുക്ക് തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവാണ്, നമുക്ക് തന്നെ ഒരുപാട് ഉപയോഗമുള്ള ഒരു പുസ്തകമാണത്. അതിനൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈബ്രറിയുമായി എന്താണ് വായനശാലയിൽ എങ്ങനെയാണ് പുസ്തകങ്ങൾ വയ്ക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായ എഴുത്താണ്. അതിനൊപ്പം തന്നെ നല്ല പ്രൊഡക്ഷനാണ്. അതിൻ്റെ അകത്തുള്ള ചിത്രങ്ങളും അതിൻ്റെ ലേഔട്ടും ഒക്കെ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്നതാണ്. അതിന് ബിബിനയ്ക്കും പ്രിയദർശിനിക്കും പബ്ലിക്കേഷൻസിനും അഭിനന്ദനങ്ങൾ. എന്നെ ഇവിടെ ക്ഷണിച്ച ശ്രീ പഴകുളം മധുവിനും ശ്രീ ബിന്നിക്കും ശ്രീമതി ബിബിനയ്ക്കും നന്ദി പറയുന്നു. നന്ദി. അടുത്തത് പുസ്തക പ്രകാശന ചടങ്ങാണ്. ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങൾ ദേശീയ പ്രസ്ഥാന പ്രഭാവം കവിത്രയ കവിതയിൽ ഡോക്ടർ ജോസ് പാറക്കടവിൽ, ടാഗോറിൻ്റെ 3 നാടകങ്ങൾ എം ജയറാം IRS, ഉണ്ണിക്കുട്ടൻ്റെ പുസ്തകപ്പുര ബിബിന CB എന്നിവയാണ്. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറുവെളിച്ചം നിറയ്ക്കുന്നു തിരി കൊളുത്തുന്നു അക്ഷരം തീർക്കുന്ന ലോകം. സംസാരിക്കുന്നതിനായി ഡോക്ടർ ജോസ് പാറക്കടവിൽ അവർകളെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ പഴകുളം മധു, പബ്ലിക്കേഷൻ്റെ സെക്രട്ടറി ശ്രീ ബിന്നി സാഹിതി, ബഹുമാന്യനായ ശ്രീ K മുരളീധരൻ, ആദരണീയനായ ഓണക്കൂർ സാർ, സ്റ്റേജിലുള്ള മറ്റ് രചയിതാക്കളെ, സംഘാടകരെ, സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആദരപൂർണമായ നമസ്കാരം. ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വായന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ പുസ്തക പ്രസാധകരുടെ എണ്ണവും പുസ്തകങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വായനയ്ക്ക് ലോപം സംഭവിക്കുന്നു എന്ന് കുറച്ച് നാളുകൾ മുമ്പ് നമ്മൾ പരാതിപ്പെട്ടത് വാസ്തവമാണ്. എന്നാൽ വായനയെ വളർത്തുവാനായി നമ്മൾ കേരളത്തിലുടനീളം നടത്തിയ ബോധവൽക്കരണത്തിൻ്റെ ഫലമായി, ബോധപൂർവമായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് വായനയ്ക്ക് ഒരു പുതിയ ഉണർവ് ഉണ്ടായിരിക്കുന്നത് എന്ന വസ്തുതയും നമുക്ക് മറക്കാനാവില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇപ്പോൾ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത്. 99 പ്രവർത്തനം ആരംഭിച്ചു എന്നൊരിക്കലും വേണ്ടത്ര ഊർജിതമായി ആ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ പോയ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇപ്പോൾ വളരെ സജീവമായി ഈ രംഗത്തുണ്ട്. ബഹുമാന്യനായ ശ്രീ K മുരളീധരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ തന്നെ അപകടകരമായ തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ ചില രീതിയിൽ തമസ്കരിക്കുകയും ചെയ്യുന്ന പ്രവണതയും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ
നമ്മുടെ ഭൂതകാല സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറയുടെയും വരും തലമുറകളുടെയും ഒരാവശ്യമാണ്. അത് കോൺഗ്രസിനെ പോലെയുള്ള ദീർഘകാല ചരിത്രമുള്ള ഒരു പ്രസ്ഥാനത്തിന് അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു കടമയുണ്ട് എന്നും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഞാൻ എഴുതിയ പുസ്തകം അത്തരത്തിലുള്ള ഒന്നാണ്. മലയാള കവിതയിൽ ഒരു പ്രത്യേക അധ്യായം സൃഷ്ടിച്ച, മലയാളികളുടെ ഭാവുകത്വ പരിണാമങ്ങളിൽ ഒരു വലിയ പങ്ക് വഹിച്ച കവിത്രയത്തിൻ്റെ കവിതകൾ ഇന്ന് വാസ്തവത്തിൽ മിക്കവാറും വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ആക്കം കൂട്ടുവാൻ ഈ കവികൾ നിർവഹിച്ച പങ്കും ഇന്ന് വിസ്മൃതമായിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ വർത്തമാനകാല സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം ഏറ്റെടുക്കുവാൻ വളരെ താല്പര്യപൂർവ്വം മുമ്പോട്ട് വന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസിനോടും അതിൻ്റെ മുഖ്യ സംഘാടകനായ പറയപ്പെട്ട പഴകുളം മധുവിനോടും എനിക്ക് ഏറെ കടപ്പാടുണ്ട്. അദ്ദേഹത്തോടും പ്രിയദർശിനി പബ്ലിക്കേഷൻസിനോടും എനിക്കുള്ള നിർവ്യാജമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് ഏവർക്കും നന്ദി ആശംസിക്കുന്നതിനായി കേരള സർവകലാശാല മുൻ PVC നന്ദി ആശംസിക്കുന്നതിനായി എഴുത്തുകാരുടെ പ്രതിനിധി ശ്രീ M. ജയറാം IRS അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ളവരെ, ഒറ്റവാക്കിൽ നന്ദി പറയുക എന്നുള്ള മാത്രമാണ് എൻ്റെ കർത്തവ്യം. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം തൻ്റെ ബുക്ക് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആനന്ദകരമായ ഒരവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് നിയമസഭ പുസ്തക പ്രദർശനശാല പോലെയുള്ള ഇതുപോലെ ഒരു അവസരത്തിലാകുമ്പോൾ അതിന് മാധുര്യം ഏറും. ഈ അവസരത്തിൽ ഇന്ന് ഇവിടെ അധ്യക്ഷനായി എത്തിയിരുന്ന ശ്രീ പഴകുളം മധു സാറിനും ഇത് ഉദ്ഘാടനം ചെയ്ത മുൻ KPCC പ്രസിഡന്റ് ശ്രീ മുരളീധരൻ സാറിനും മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രശസ്ത സാഹിത്യകാരനും പ്രൊഫസറുമായ ജോർജ് ഓണക്കോസ് സാറിനും മറ്റ് എല്ലാ ആൾക്കാർക്കും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പ്രിയദർശിനി പബ്ലിഷേഴ്സും ഇതിന് അവതാരികൾ എഴുതിയ ശ്രീ രാജേന്ദ്രൻ പിള്ള സാറിനും ശ്രീ രാജൻ ലക്ഷ്മണൻ സാറിനും ശ്രീ TS ശ്യാംകുമാറിനും സദസ്സിലും വേദിയിലിരിക്കുന്ന മറ്റ് എല്ലാവരോടുമുള്ള അകൈതവുമായ നന്ദി ഹൃദയത്തിൻ്റെ വാടാമലരുകളായ നന്ദിയായി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.